ശിവ, മോനെ ശിവ. ശിവ, എന്താ മോനെ നീ ചിന്തിക്കുന്നത്? വാ, ഭക്ഷണം കഴിക്കാം. അമ്മേ, അച്ഛൻ ഈ കുടി എപ്പോഴാ നിർത്തുക? നീ എന്തിനാ പേടിക്കുന്നത് മോനെ? ഞാനില്ലേ. ഞാൻ പഠിത്തം നിർത്തേണ്ടി വരുമെന്നാ തോന്നുന്നത്. എന്തിന്? എന്തു പറ്റി? അതമ്മേ, സ്കൂളിലെ ഫീസ് സമയത്ത് കൊടുക്കാത്തത് കൊണ്ട് ടീച്ചർ എന്നെ എന്നും വഴക്ക് പറയും. സ്കൂളിലെ കൂട്ടുകാര് ഭിക്ഷക്കാരനെ പോലെയാണ് എന്നെ നോക്കുന്നത്. കള്ള് കുടിക്കുന്നത് അച്ഛനാണെങ്കിലും ആളുകൾ നമ്മളും ചീത്തയാണെന്നാ പറയുന്നത്. നമുക്ക് ഒരു വിലയില്ല അമ്മേ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് മോനെ? അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കാം. നീ വിഷമിക്കാതെ. അമ്മേ, ഇന്നെന്റെ ടീച്ചർ പറഞ്ഞു വരുന്ന 2 ദിവസത്തിനുള്ളിൽ എന്റെ ഫീസ് അടച്ചിട്ടില്ല എങ്കിൽ ക്ലാസ്സിലും എക്സാമിനും എന്നെ ഇരിക്കാൻ അനുവദിക്കില്ലെന്ന്. ദയവായി എന്റെ ഫീസ് അടയ്ക്കാമോ അമ്മേ? തീർച്ചയായും മോളെ, എല്ലാം ശരിയാക്കാം. നാളെ എങ്ങനെയെങ്കിലും നമുക്ക് പൈസ ഉണ്ടാക്കാം. അമ്മേ, അമ്മയ്ക്ക് പനിയാണല്ലോ. എനിക്കൊന്നുമില്ല, ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയതല്ലേ. തീ കൊണ്ടപ്പോ ശരീരം ചൂടായതാ. വാ, ഭക്ഷണം കഴിക്കാം. പിന്നെ പഠിത്തം നിർത്തുന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കരുത്, മനസ്സിലായോ? ജീവിതം നരകം പോലെയാവും. നിങ്ങളുടെ അച്ഛനോട് ഞാൻ സംസാരിക്കാം. കണ്ടില്ലേ ഇന്ന്? അന്ന് ഞാൻ പഠിത്തത്തിലൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിന്റെ അച്ഛനോടൊപ്പം ജീവിക്കാതെ സ്വന്തമായിട്ട് അധ്വാനിച്ച് വിശപ്പടക്കാൻ കഴിഞ്ഞേനെ. എടി വാതില് തുറക്കടി. എടി വാതില് തുറക്കാൻ. എടി വാതില് തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. ഞാൻ ചവിട്ടി പൊളിച്ച് അകത്ത് കയറി വരും. വാതില് തുറക്കാൻ. എടി വാതില് തുറക്കടി. ദിവസം കഴിയും തോറും ഇത് കൂടി വരിക. ഇന്ന് ഞാൻ വാതില് തുറക്കില്ല. തുറക്കാൻ. ഞാൻ ചവിട്ടി പൊളിച്ച് അകത്തോട്ട് വരും. എടി വാതില് തുറക്കടി. വാതില് തുറക്കാൻ. എടി വാതില് തുറക്കടി. എടി വാതില് തുറക്കടി. നീ എന്ത് ചെയ്യുമായിരുന്നടി അകത്ത്? എത്ര നേരമായിട്ട് ഞാൻ വാതില് കൊട്ടുന്നു. പറയടി, നീ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. നിങ്ങൾ എന്നും കുടിച്ചിട്ട് വരുന്നത് മക്കൾക്ക് പേടിയാ. നീ എന്നെ പഠിപ്പിക്കാൻ വരുന്നോ? ഞാൻ നിന്നെ കണ്ട് പഠിക്കണോ? എപ്പോ വരണമെന്നും എങ്ങനെ വരണമെന്നും നീ എന്നെ പഠിപ്പിക്കാൻ വരുന്നോടി? എന്നെ പഠിപ്പിക്കുന്നു. എന്നെ പഠിപ്പിക്കുന്നു. എന്നെ പഠിപ്പിക്കുന്നോടി നീ? എന്നെ പഠിപ്പിക്കുന്നു. എന്നെ പഠിപ്പിക്കുന്നോടി? വേണ്ട. എന്നെ പഠിപ്പിക്കുന്നോടി നീ? അച്ഛാ, അമ്മ ഇനി അടിക്കല്ലേ. എത്ര നേരമായി അടിക്കുന്നു? നിനക്ക് ഇത്ര ധൈര്യമോ? നീ എന്നെ തടയുന്നോടാ? എന്താണ് നോക്കുന്ന? എന്താണ് നോക്കുന്ന? അടിക്കരുത്. മാറി നിൽക്കണേ അങ്ങോട്ട്. നീ എന്നെ കൊല്ലോടാ? നിന്റെ അമ്മ നിനക്ക് എത്ര ധൈര്യം തന്നെന്ന് എനിക്ക് ഒന്നറിയണം. വാ, കൊല്ലടാ എന്നെ. ഒരുത്തന് ഞാൻ വെറുതെ വില്ലടാ.
ദാ ടിഫിൻ നോക്കൂ. അമ്മേ, അമ്മേ, വേഗം വാ, ഞാൻ സ്കൂളിൽ പോവാൻ ലേറ്റ് ആവുന്നു. വരുന്നു മോളെ, 2 മിനിറ്റ്, ഞാൻ ഇപ്പൊ റെഡിയായി വരാം. മോനെ ശിവ, നീ വിശ്രമിക്ക്, ഞാൻ രാധികയെ സ്കൂളിലാക്കിയിട്ട് വരാം. ആ അമ്മേ, അച്ഛൻ എപ്പോ നന്നാവും? ഇന്നലെ രാത്രി ചേട്ടൻ ഒരുപാട് അടിച്ചില്ലേ? ദൈവമേ, എത്ര നാള് മക്കൾക്ക് ഇങ്ങനെ പ്രതീക്ഷ നൽകും? ഞാനുണ്ടായിട്ടും എൻ്റെ മക്കളുടെ ജീവിതം നരക തുല്യമാണ്. ഇതിലും ഭേദം ജീവൻ കൊടുക്കുന്നതാ. കുറഞ്ഞപക്ഷം ദിവസേനയുള്ള തല്ലും വഴക്കുമെങ്കിലും ഒഴിവാകുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇട്ടുതരാമെന്ന്. അതിങ്ങിതാ. ആ നീലം ചേച്ചി, വരൂ വരൂ. ഓ പുഷ്പ, നിനക്ക് സുഖമല്ലേ? ആ, അങ്ങനെയൊക്കെ പോകുന്നു. ആണോ? എന്റെ ഡ്രസ്സ് തയ്ച്ചോ? ആ ചേച്ചി, നിങ്ങളുടെ ഡ്രസ്സാ തയ്ക്കുന്നേ? അല്ല മോനി ശിവ, ഇന്ന് നീ സ്കൂളിൽ പോയില്ലേ? ആന്റി, അതൊന്നുമില്ല, അവന് സുഖമില്ലായിരുന്നു, അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ പോയില്ല. ആണോ? അതെ പുഷ്പ, പുള്ളിക്കാരൻ ഇന്നലെയും കുടിച്ചിട്ടാണോ വന്നത്? രാത്രിയിൽ നിങ്ങൾ നിലവിളിക്കുന്ന ശബ്ദം ഞങ്ങളുടെ വീട് വരെ കേൾക്കാമായിരുന്നു. എന്ത് ചെയ്യും ചേച്ചി, കഴിഞ്ഞ ജന്മം ചെയ്ത പാപത്തിന്റെ ഫലാകും. അത് അനുഭവിച്ചു തന്നെ നമ്മൾ തീർക്കണമല്ലോ. അല്ല പുഷ്പ, അതങ്ങനെയല്ല. ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞു, പൂർണ്ണ പരമാത്മാ മുജ്ജന്മ പാപങ്ങളെല്ലാം ഇല്ലാതാക്കുമെന്ന്. ഇവിടെ പാപത്തിന്റെ ഫലം അനുഭവിച്ച് ജീവിതം തീരാറായി. മതി, ഇനി വയ്യ. എന്ന് വെച്ചാൽ എന്താ ചേച്ചി, ഇദ്ദേഹം മാറില്ല. കുട്ടികളെയും കൊണ്ട് മരിക്കുക, അല്ലാതെ ഇപ്പൊ എന്താ? നീ എന്തൊക്കെയാണ് പറയുന്നത്? പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പകരം നീ എന്താ ഒളിച്ചോടുകയാണോ? അദ്ദേഹത്തിന്റെ ബിസിനസ് തകർന്നതിൽ പിന്നെയാണ് ഈ വീട്ടിലെ സമാധാനം ഇല്ലാതായത്. എന്നും കുടിച്ചിട്ട് വന്ന് ആ ദേഷ്യം മുഴുവൻ ഞങ്ങളിൽ തീർക്കും. അറിയോ, പരിഹാരം കണ്ടു കണ്ട് ഞാൻ മടുത്തു. ഇനി എനിക്കിത് സഹിക്കാനാവില്ല. എന്റെ മുൻപിൽ ഇനി 2 മാർഗം ഉള്ളത്. ഒന്നുകിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം, അല്ലെങ്കിൽ പിന്നെ ജീവൻ ഒടുക്കണം. അല്ല പുഷ്പ, അത് തികച്ചും തെറ്റാണ്. ആത്മഹത്യ മഹാപാപമാണ്. പുഷ്പ, നിനക്ക് ഈ നരകതുല്യമായ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അതിനൊരു മാർഗമേ ഉള്ളൂ. അതിനെക്കുറിച്ച് നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. നീ ഒരു പ്രാവശ്യം സന്ത് രാംപാൽജി മഹാരാജിന്റെ ശിഷ്യത്വം സ്വീകരിക്കുക. പിന്നെ നിന്റെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാകൂ. ആ മഹത് വ്യക്തിയിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരമുണ്ട്. തമാശ പറയാണോ ചേച്ചി? ശിഷ്യത്വം സ്വീകരിച്ചത് കൊണ്ട് എന്ത് മാറ്റം ഉണ്ടാവാനാണ്? എന്തൊക്കെ ഞാൻ ചെയ്തു? എത്ര ഡി അഡിക്ഷൻ സെന്ററുകളിൽ പോയി, എത്ര തവണ ഞാൻ ഭക്ഷണത്തിൽ മരുന്ന് കലർത്തി കൊടുത്തിട്ടുണ്ടെന്നോ? പക്ഷെ ഒന്നും ഫലം കണ്ടില്ല. പിന്നെ ചേച്ചി പറയുന്നത് ഗുരുവിനെ പൂജിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്നാണോ? പക്ഷെ ഞാൻ പറയട്ടെ, ഞങ്ങൾ ഒരുപാട് ഗുരുക്കന്മാരെ കണ്ടു. പക്ഷെ മദ്യപാനം കൂടുകയാണ് ഉണ്ടായത്, വേറൊന്നും ഉണ്ടായില്ല.
അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല ചേച്ചി. നിങ്ങൾ പറയുന്നത് തീർച്ചയായും ശരിയാണ് പുഷ്പ. ഞാൻ പറഞ്ഞില്ലേ, ഒരു യഥാർത്ഥ സന്യാസിയുടെ ശിക്ഷയാകണം. കാരണം ഒരു യഥാർത്ഥ ജ്ഞാനി നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും അകറ്റും. സന്ത് രാംപാൽജി മഹാരാജി ലോകത്തിലെ ഒരേ ഒരു സന്യാസിയാണ്. ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ ഭക്തി പകരുന്ന വ്യക്തി. രാക്ഷസനെയും ദേവതയാക്കാൻ കഴിവുള്ളയാൾ. ചേച്ചി, ഞാൻ ഇതിനോടകം തന്നെ ദുഃഖിതയാണ്. പൈസ എവിടെ നിന്നുണ്ടാക്കും ഞാൻ ഗുരുവിന്റെ അടുത്ത് പോവാനായിട്ട്? നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ അവസ്ഥയും ഞങ്ങളുടെ കാര്യങ്ങളും ഒക്കെ. അദ്ദേഹത്തിന്റെ മദ്യപാനവും അറിയാലോ. എനിക്കെല്ലാം അറിയാം, ഞാനും അനുഭവിച്ചിട്ടുണ്ട്. പുഷ്പ, നീ മറന്നോ? എന്റെ ഭർത്താവ് മദ്യപിച്ചിരുന്നപ്പോൾ അയാൾ വീട്ടിനുള്ളിലും ഞാൻ മക്കളുമായി പുറത്തുമാണ് രാത്രി വെളുപ്പിച്ചിരുന്നത്. കയ്യിലുള്ളതെല്ലാം അദ്ദേഹം കൊണ്ടുപോയി വിറ്റ് നശിപ്പിക്കും. നിനക്കറിയോ, അദ്ദേഹം എന്നും ഞങ്ങളെ ഉപദ്രവിക്കുമായിരുന്നു. പക്ഷെ ഞാൻ സന്ത് രാംപാൽജി മഹാരാജിയുടെ ശിഷ്യത്വം സ്വീകരിച്ചതിൽ പിന്നെ എന്നെ നോക്കൂ, ഞാൻ വീട്ടിൽ സുഖവും ശാന്തിയുമായി കഴിയുന്നു. ഇപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. എന്റെ ഭർത്താവ് കുടി നിർത്തി. പരമാത്മാവിന്റെ കൃപ കൊണ്ട് അദ്ദേഹത്തിന് ജോലി കിട്ടി. പിന്നെ പൈസയുടെ കാര്യം വിട്ടേക്ക്. സന്ത് രാംപാൽജി മഹാരാജിയുടെ ആശ്രമത്തിൽ പണത്തിന്റെ ആവശ്യമേ ഇല്ല. അതെയോ? അതെ, ശരിക്കും. ആ, ചേച്ചി പറഞ്ഞത് ശരിയാ. എന്തൊരു കഷ്ടകാലായിരുന്നു നിങ്ങൾക്ക്. അതെനിക്ക് നന്നായിട്ടറിയാം. അപ്പോ പിന്നെ സന്ത് രാംപാൽജി മഹാരാജിയുടെ ശിഷ്യത്വം സ്വീകരിച്ച എന്റെ ഭർത്താവ് കുടി നിർത്തിയെങ്കിൽ നിന്റെ ഭർത്താവിന്റെയും ദുശീലം ഇല്ലാതാകുമെന്ന് ഉറപ്പാണ്. അറിയില്ല ചേച്ചി, ആ ദിവസം എന്ന് വരുമെന്ന്. ഞാൻ പറയുന്നത് കേക്ക്. നാളെ എന്നോടൊപ്പം സത്സംഗിന് വരൂ. അവിടുന്ന് ശിഷ്യത്വം സ്വീകരിക്കൂ. പിന്നെ നോക്കൂ, നിന്റെ ഭർത്താവിന്റെ മദ്യപാനം അതോടെ നിൽക്കും. കൂടാതെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും ശരിയാകും. ശരി ചേച്ചി, നാളെ സന്ത് രാംപാൽജി മഹാരാജിയുടെ സത്സംഗിലും പങ്കെടുത്ത് നോക്കാം. ഇത്രയും ചെയ്തില്ലേ ഞാൻ? ഇതുകൂടി പരീക്ഷിച്ചേക്കാം. അപ്പോ ശരി. ശരി. അടുത്ത ദിവസം പുഷ്പ നീലത്തിനൊപ്പം സത്സംഗിന് പോകുന്നു. പക്ഷേ അവൾക്ക് അറിയില്ലായിരുന്നു ഇക്കാര്യം രമേശ് അറിയുമെന്ന്. എടി, നിനക്ക് എന്തിന്റെ ആവശ്യമായിരുന്നടി സത്സംഗത്തിന് പോകാൻ? എന്നോട് ചോദിക്കാതെ വീടിന് പുറത്തിറങ്ങാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നില്ല? ലോകത്ത് വേറെ ഒരു സ്ഥലവും കണ്ടില്ലേ നിനക്ക്? സത്സംഗത്തിന് പോയിരിക്കുന്നു. സത്സംഗവും കഴിഞ്ഞ് നീ എങ്ങോട്ടാടി പോകുന്നത്? നിങ്ങളെപ്പോലൊരു മുഴുക്കുടി എന്നെ സത്സംഗിന്റെ വില ഒരിക്കലും മനസ്സിലാവില്ല. തൊട്ടുപോരു തന്നെ. സ്വന്തം ജീവിതവും നശിപ്പിച്ചു. ഞങ്ങളും സമാധാനമായിട്ടിരിക്കാൻ സമ്മതിക്കില്ലേ? എനിക്കറിയാം നീ സത്സംഗത്തിൽ എന്താ നടക്കുന്നതെന്ന്. മണ്ടത്തരം പറയാനാടി നീ അവിടെ പോകുന്നത്. ഇതുകൂടി ഞാൻ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. എതിർത്ത് പറഞ്ഞിരിക്കുന്നല്ലേ നീ? സത്സംഗത്തിന്റെ പേര് പോലും ഇനി നീ ഇവിടെ മിണ്ടിപ്പോകരുത്. ചെല്ലു, ചോറെടുത്ത് നീക്കടി. സത്സംഗിനെ വളരെ മോശമായാണ് രമേശ് കണ്ടിരുന്നത്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതാരാ വിളിക്കുന്നത്? ആ, ദിനേശിന്റെ കോളാണ്. ആ, ഇന്ന് വരുമെന്ന് ചോദിക്കും. ആ ദിനേശ്, എന്തുണ്ടടാ? എന്താ വരാത്തത്? ഒന്നുമില്ല. എടാ, നീ ഇല്ലാത്തത് കൊണ്ട് പാർട്ടി ഒരു സുഖമില്ല. ആ ശരി ശരി, ഇത് പറ. രമേശ് ഉണ്ടോ അവിടെ? രമേശോ? ആ ഉണ്ടല്ലോ. ആ പറയ് ദിനേശ് മച്ചാ, എന്തോ ഉണ്ട്? പറ പറ. ഒന്നുമില്ല. എടാ, എന്താ നീ വരാത്തത്? അതൊക്കെ വിട്, നീ ഇത് പറ. നിനക്കറിയാമോ ചേച്ചി എങ്ങോട്ടാ പോകുന്നതെന്ന്? എന്താ പറഞ്ഞ? ചേച്ചി ആ മിശ്രയുടെ വൈഫിനൊപ്പം സത്സംഗിന് പോകുന്നത് ഞാൻ കണ്ടു. അവളെ ഞാൻ നിന്റെ 2 പിള്ളേരും ഉണ്ടായിരുന്നു കൂടെ. ധിക്കാരി. എന്ത് പറ്റി ആ, വീട് മച്ചാ. എന്ത് പറ്റി? ഒന്നുമില്ല, എന്റെ ഭാര്യ ഇന്ന് വീണ്ടും സത്സംഗത്തിന് പോയി. സൂക്ഷിച്ചോ, അവള് വഴി തെറ്റിപ്പോവും. നിങ്ങളത് വിട്, ഞാൻ വന്നിട്ട് സംസാരിക്കാം. തന്റെ കൂട്ടുകാരുടെ മുന്നിലുണ്ടായ ഈ നാണക്കേട് രമേശിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അത്യധികം ദേഷ്യത്തോടെ അവൻ അവിടെ നിന്നും പോയി.
ഓ, നിന്റെ സത്സംഗം എന്താണെന്ന് എനിക്കൊന്നും അറിയണം. പുഷ്പ, നീ വളരെ നല്ല കാര്യമാണ് ചെയ്തത്. കുട്ടികളെ കൂട്ടിയത്. അവർക്കും ചെറുപ്പം മുതൽ തന്നെ പരമാത്മാവിനെയും ശരിയായ ഭക്തിയെയും കുറിച്ച് അറിയാൻ കഴിയും. അതെ, ഇന്നിവർക്ക് അവധിയല്ലേ. ഇവരുടെ അച്ഛനിന്ന് രാവിലെ കൂട്ടുകാരുടെ കൂടെ പുറത്തേക്ക് പോയി. അതാ ഞാനിന്ന് കുട്ടികളെയും കൂടെ കൂട്ടിയത്. വളരെ നന്നായി. परमात्मा हमें याद दिलाते हैं സർ സർ നിൽക്കൂ. ക്ഷമിക്കണം, അങ്ങോട്ട് പോകാനാവില്ല. എന്താ? കാരണം ഇത് സ്ത്രീകൾക്കുള്ള സ്ഥലമാണ്. താങ്കൾ പുരുഷന്മാരുടെ ഭാഗത്തിരുന്ന് സത്സംഗ് ശ്രവിക്കൂ. ആ ദർഗയിൽ മരണമുണ്ട്, ആ ദർഗയിൽ മരണമുണ്ട്. ആശ്രമത്തിൽ എല്ലാവരും സത്സംഗ് കേൾക്കുന്നത് കണ്ട് രമേശും അവരോടൊപ്പം ശാന്തനായിരുന്നു. മദ്യം കഴിച്ചാൽ അടുത്ത ജന്മത്തിൽ നായയായി ജനിക്കും. ഒരു പ്രാവശ്യം മദ്യപിച്ചാൽ 70 ജന്മങ്ങൾ തുടർച്ചയായി നായയുടെ യോനിയിലാകും ജനിക്കുക. കുപ്പി കുപ്പിയായി കാലിയാക്കിയവൻ 1000 വർഷവും നായയുടെ യോനിയിലും 2000 ജന്മം പുഴുവായും ജനിക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മദ്യത്തിൻ്റെ പിടിയിലായതിനു ശേഷമോ ഭാര്യ ഭക്ഷണവുമായി മുന്നിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ പറയുന്നു. അവർ പാത്രം നീട്ടി കഴിക്കുമെന്ന് പറയും, കൊണ്ടുപോകാൻ പറയും. അത് വലിച്ചെറിയും. ആത്മാവിന് പിന്നെ എന്ത് സംഭവിക്കും? നായതിനു ശേഷം എന്ത് ഭക്ഷിക്കും? ഇവിടെ ഭക്ഷണപാത്രം എടുത്തെറിയുന്നു, നായയാവും അവർ. പിന്നീട് വിശക്കുമ്പോൾ അലഞ്ഞു നടക്കും. തണുപ്പും ചൂടും സഹിച്ചു കഴിയും. അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ കിട്ടുന്ന ചപ്പ് ചവറുകൾ വാരി കഴിക്കും. നായ രാവിലെ എഴുന്നേറ്റ് എങ്ങോട്ടാണ് പോവുക? അടുക്കളയിലേക്കോ? അല്ല, കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോയെന്ന് തിരക്കി അലയും. അവൻ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കണമെന്നുണ്ടോ? വിശന്ന് വിശന്ന് അവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. ഏതെങ്കിലും അടുക്കളയിൽ കയറിയാലോ പോ എന്ന് പറഞ്ഞ് ഓടിക്കും. വിശപ്പടക്കി തിരിച്ചു പോകേണ്ടി വരും. വീണ്ടും ചെല്ലും. അപ്പോൾ നല്ല കല്ലേറാകും കിട്ടുക. വയറ്റിൽ ബൗബോ എന്ന് കരഞ്ഞുകൊണ്ട് തെരുവിലൂടെ ഓടും. കുറച്ച് ദിവസം കഴിഞ്ഞ് നല്ല അടിയും കിട്ടും. അപ്പോഴും വിശപ്പുണ്ടാകും. അപ്പോൾ അടുത്ത വീട്ടിലേക്ക് പോകും. അവിടെ ഭാഗ്യമോ നിർഭാഗ്യമോ കാത്തിരിക്കും. ചിലപ്പോൾ ഭക്ഷണം അല്ലെങ്കിൽ അടി കിട്ടും. അവസാനം അവൻ എന്താ ചെയ്യുക? അന്നത്തെ ദിവസത്തെ പ്രയത്നത്തെ അവൻ അവസാനിപ്പിക്കും. എന്നിട്ട് അവൻ തെരുവിലേക്ക് തന്നെ തിരികെ പോകും. അവന് വിസർജ്യം കഴിക്കേണ്ട ഗതികേട് വരെ വരും. നിങ്ങളുടെ പൂർവ്വജന്മ കർമ്മങ്ങൾ നിങ്ങളെ അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഇത് ഒരു ആധ്യാത്മിക ധ്യാനത്തിൽ കേവലം ഭഗവാൻ പറയുന്ന കഥ മാത്രമല്ല. ഇതിലൂടെ ആർക്കാണ് നേട്ടമുണ്ടായതെന്ന് നിങ്ങൾക്കറിയാം. 10 മിനിറ്റ് നിങ്ങളും ഇതിൻ്റെ ഭാഗമായി. ഈ ജ്ഞാനം നിങ്ങൾ എത്രത്തോളം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക്
അനുഗ്രഹം ലഭിക്കും. മനസ്സിലാക്കണം, എല്ലാവരും നിങ്ങളുടെ സഹോദരങ്ങളാണ്. അവരെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം സ്നേഹം കൊണ്ട് എല്ലാവരെയും തോൽപ്പിക്കാനാവും. നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കൂ, സൂചനകൾ നൽകുക. അവർ കേൾക്കും, ചിലപ്പോൾ മറക്കും, പക്ഷെ അവർ സ്വയം ഇവിടെ എത്തും. രാധിക മോളെ, സത്സംഗിൽ പോയത് നിനക്കിഷ്ടമായോ? എനിക്ക് വളരെ ഇഷ്ടമായി ആന്റി. മോനെ ശിവ, നിനക്കോടാ? തത്സംഗത്തിന് പോയത് എനിക്കും ഇഷ്ടമായി ആന്റി. എന്റെ പേടി അച്ഛൻ അടിക്കുമോ എന്നാണ്. അതേ മോനെ, നമ്മൾ ഇനി ആ പരമാത്മാവ് രക്ഷിക്കും. ശരി പുഷ്പ, വിഷമിക്കണ്ട. സത് സാഹിബ്. ശരി. ശരി മക്കളെ, സത് സത് സാഹിബ്. സാഹിബ്. വന്നോ? എവിടെ പോയിരുന്നു നീ? അത് പിന്നെ ഞങ്ങളിവിടെ അടുത്ത്. നിർത്ത്, ചോറെടുക്ക്. കറങ്ങി നടക്കുന്നു. ശരി, ഇപ്പൊ എടുക്കാം. ഞാൻ ഇറങ്ങുന്നു. അമ്മേ, അതെ, ടിഫിൻ റെഡിയായോ? ഇപ്പൊ തരാം. എന്താ നോക്കുന്നത്? ഹേയ്, ഒന്നുമില്ല. കുട്ടികളുടെ ഫീസ് കൊടുത്തോ? ഇല്ല, അതിപ്പോ പൈസയില്ല. ഇന്നാ പൈസ. കുട്ടികളുടെ ഫീസ് കൊടുത്തോ? കുറച്ച് ദിവസങ്ങളായി രമേശ് നേരത്തെ വീട്ടിലെത്തും. അതുകണ്ട് പുഷ്പയ്ക്ക് ആശ്ചര്യമായി. അമ്മേ, എന്താ അച്ഛൻ ഇപ്പൊ മദ്യം വീട്ടിൽ കൊണ്ടുവന്ന് കുടിക്കുന്നത്? മുമ്പ് പുറത്തു നിന്നല്ലേ കുടിച്ചിട്ട് വരുന്നത്. അത് നല്ലതല്ലേ? മുൻപ് പുറത്തുനിന്ന് കുടിച്ചിട്ട് വരും. ചിലപ്പോ ആരെങ്കിലുമായിട്ടും തല്ലുണ്ടാക്കുകയും ചെയ്യില്ലേ. ഇപ്പോ വീട്ടിൽ കൊണ്ടുവന്നാണല്ലോ കുടിക്കുന്നത്. പുറത്തുനിന്നുള്ളവരുടെ വഴക്കും നമുക്ക് കേൾക്കണ്ടല്ലോ.
അതെ അമ്മേ, അച്ഛന്റെ സ്വഭാവത്തിന് ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ഇപ്പൊ വഴക്കും ചീത്ത പറച്ചിലും ഒക്കെ കുറവാണ്. ശരിയാണ് ചേട്ടാ, അമ്മയെ ഇപ്പൊ അടിക്കാറുമില്ല. ആ, എല്ലാം ഗുരുജിയുടെ അനുഗ്രഹം തന്നെയാണ്. ജയ് പരമാത്മാ, രക്ഷിക്കണേ. ആ നീലം ചേച്ചി, വരൂ വരൂ. പറയൂ പുഷ്പ, എന്തൊക്കെയുണ്ട്? ഗുരുവിന്റെ കൃപ കൊണ്ട് നന്നായിരിക്കുന്നു. അതെ പുഷ്പ, ഞാൻ ഇത് പറയാനാണ് വന്നത്. നാളെ ആശ്രമത്തിൽ സത്സംഗുണ്ട്. എന്താ നീ വരുന്നോ? ഇല്ല ചേച്ചി, നാളെ ഇവരുടെ അച്ഛൻ അവധിയാണ്. ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. ആണോ? ഹാ, ഇനി കഴിഞ്ഞ തവണത്തെ പോലെ പുറത്തു പോയാ അത് വീണ്ടും പ്രശ്നമാവും. ഗുരുകൃപയുണ്ടാകട്ടെ. ശരി പുഷ്പ, പോകട്ടെ. സത് സാഹിബ്. സത് സാഹിബ്. അവരെന്തിനാ വന്നത്? ഒന്നുമില്ലാതെ ചേച്ചിയുടെ തുണിയുണ്ട് ഇവിടെ, അത് ചോദിക്കാൻ വന്നതാ. മതി, മിണ്ടരുത്. വിശേഷം പറഞ്ഞുകൊണ്ടിരുന്നോളും. ആ, നാളെ എനിക്ക് നേരത്തെ പോണം. ഫുഡ് നേരത്തെ ഉണ്ടാക്കണം. അവധിയാണെന്ന് പറഞ്ഞിരിക്കരുത്. ആ ശരി. രമേശ് പറഞ്ഞത് കേട്ട് പുഷ്പയ്ക്ക് സന്തോഷമാകുന്നു. അദ്ദേഹം രാവിലെ നേരത്തെ പോകും. തനിക്ക് സത്സംഗിനും പോകാൻ കഴിയും. അപ്പൊ ശരി, ഞാൻ ഇറങ്ങുന്നു. ശരി. ആ നീലം ചേച്ചി. ശരി ചേച്ചി. ആ ചേച്ചി, ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് റെഡിയായി വരാം. അതെ അതെ അതെ. അമ്മേ, ഞങ്ങളെയും കൊണ്ടുപോകാമോ സത്സംഗിന്? അതെ അമ്മേ, എനിക്ക് നല്ല ഇഷ്ടമാണ്. ശരി മക്കളെ, നിങ്ങളെയും കൊണ്ടുപോകാം. വരൂ. പുഷ്പ അന്നും നീലത്തിനൊപ്പം തന്റെ 2 മക്കളുമായി സത്സംഗിലെത്തുന്നു. അവൾക്കറിയില്ലായിരുന്നു അവിടെ അവളെ കാത്തിരിക്കുന്നത് എന്താണെന്ന്. നിങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ വേണ്ട എല്ലാ കാര്യങ്ങളും ദൈവം നിങ്ങൾക്ക് തരും. ഇവിടെ കുടിൽ വസിക്കുന്നവനും ഒക്കെ നൽകും. നിങ്ങളോട് ഞാൻ പറയട്ടെ, ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും വിശപ്പടക്കാൻ അവന് സാധിക്കും. 1 സെക്കൻഡ് കൊണ്ട് ഈ ഭൂമിയെ തന്നെ മാറ്റിമറിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യവും കാണും. ലോകത്തിലെ എല്ലാ മനുഷ്യരും പൂർണ്ണ പരമാത്മാവിൻ്റെ മക്കളാണ്. ആ ചേച്ചി വളരെ നന്നായിരുന്നു. ഞാൻ ചിന്തിക്കുന്നത്, ആ ചേച്ചി പിന്നൊരു കാര്യമുണ്ടായി. അദ്ദേഹനോട് കുട്ടികളുടെ ഫീസ് അടച്ചു എന്ന് ചോദിച്ചു. ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കയ്യില് പൈസ വന്നിട്ട് പോയി. അതെയോ? ആ പുഷ്പ, പരമാത്മാവിൽ വിശ്വാസം അർപ്പിക്കൂ. നമ്മൾ വിചാരിക്കുന്നത് അദ്ദേഹം നടത്തിത്തരും. അച്ഛൻ അച്ഛൻ. അമ്മേ, ദേ ആ മോനെ. അച്ഛൻ. അങ്ങോട്ട് ചെല്ലൂ. ഇല്ല ചേച്ചി, ഞാൻ പോകില്ല. പോകൂ പോകൂ. എന്നോട് ക്ഷമിക്കൂ പരമാത്മ. ഞാൻ പാപിയാണ് ദൈവമേ. എന്തു പറ്റി? എന്നോട് ക്ഷമിക്കൂ പുഷ്പ. ഞാൻ വലിയ തെറ്റാണ് ചെയ്തത്. ഞാൻ അറിഞ്ഞില്ല ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന്. പക്ഷേ ഇന്ന് ആ സത്സംഗ കേട്ട് എന്റെ ആത്മാവ് ഉണർന്നു. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ പുഷ്പ. സാരമില്ല, നിങ്ങൾ കരയാതെ. മോനെ ശിവ, എന്നോട് ക്ഷമിക്കൂ മോനെ. ഇനി മുതൽ ഞാൻ നിന്നെ നന്നായി നോക്കിക്കൊള്ളാം. രാധിക മോളെ, നിന്റെ അച്ഛൻ നന്നായി, ഞാൻ പ്രോമിസ് ചെയ്യുന്നു. ഇനി മദ്യം കൈകൊണ്ട് ഞാൻ തൊടുക പോലുമില്ല. എന്നോട് ക്ഷമിക്കൂ മക്കളെ. നീലം ചേച്ചി, നിങ്ങൾക്ക് ഒരുപാട് നന്ദി. എന്റെ കുടുംബത്തെ മുഴുവനും ഇവിടെ കൊണ്ടുവന്നതിന്
അതൊന്നും വേണ്ട രമേശ്. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, താങ്കൾക്ക് എങ്ങനെ ഈ മാറ്റം ഉണ്ടായി? കഴിഞ്ഞ തവണ ചേച്ചി പുഷ്പയെയും മക്കളെയും ഇവിടെ കൊണ്ടുവന്നില്ലേ, അപ്പോ ഞാനും ഇവിടെ വന്നിരുന്നു. അന്ന് ഞാൻ നിങ്ങളെ ഇവിടെ വരെ പിന്തുടർന്നു. ഇവിടെ എന്തോ ചീത്ത കാര്യമാണ് നടക്കുന്നതെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എനിക്ക് തെറ്റുപറ്റി. പക്ഷേ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ നന്നായി കൊണ്ടു. അതിനുശേഷം ആരോടും പറയാതെ ഞാൻ അവിടെ നിന്നും പോയി. ഇവിടെ നിന്നും ലഭിച്ച പുസ്തകവും വാങ്ങി. ഞാൻ ഈ ജ്ഞാനം നന്നായി ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. ഇതിന്റെ സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വീട്ടിലെത്തി പുസ്തകവും വായിച്ചു തുടങ്ങി. ടിവിയിൽ വരുന്ന സന്ത് രാംപാൽജി മഹാരാജിയുടെ സത്സംഗം കേൾക്കാൻ തുടങ്ങി. ഞാൻ ഒരിക്കലും അത് മുടക്കാറില്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ സത്സംഗം കേൾക്കുന്നത് പുഷ്പയും മക്കളും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതൊരു ശീലമായി മാറി. വൈകിട്ട് വീട്ടിലെത്തി മദ്യം കഴിക്കുന്നതും ഒപ്പം സത്സംഗം കേൾക്കുന്നതും. അമ്മയുടെ ഗർഭത്തിലായിരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് കഷ്ടതകളുണ്ടാകും. ആ സമയത്ത് അവൻ വീണ്ടും വീണ്ടും ദൈവത്തോടവൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എന്നെ ഈ നരകത്തിൽ നിന്ന് ഒരു പ്രാവശ്യം എന്നെ പുറത്തെടുക്കണമേ. മനുഷ്യനായി ജീവിക്കുന്നത് വരെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടതെന്ന് അവൻ ഓർത്തു കാണില്ല. ഇതിനു മുൻപ് മനുഷ്യജന്മം നേടുന്നതിനായി അവൻ പ്രയത്നിച്ചിട്ടുണ്ടാവില്ല. അതിനാൽ അവൻ്റെ ജനനം മറ്റ് 84 ലക്ഷം യോനികളിൽ സംഭവിച്ചു. നായയുടെ വയറിലും മറ്റു പല യോനികളിലും അവന് എല്ലാം ഓർമ്മയുണ്ടായിരുന്നു. അവൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു, ഒരു പ്രാവശ്യം എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കൂ. എല്ലായ്പ്പോഴും ഞാൻ നിന്നെ ആരാധിക്കും. അതുപോലെ ഞാൻ പൂർണ്ണ പരമാത്മാവിനെ അന്വേഷിക്കും. നിന്നെ ഞാൻ സ്തുതിക്കും. ദൈവമേ, എൻ്റെ വിശപ്പകറ്റാൻ അധ്വാനിക്കും. പക്ഷേ നിന്നെ ഞാൻ മറക്കില്ല. അപ്പോൾ പരമാത്മാവ് പറയുന്നു, ഈ സൃഷ്ടി ഇവിടെ വരുന്നു. അവൻ വന്നയുടനെ ദൈവത്തെ മറക്കുകയും മറ്റെല്ലാം ഓർക്കുകയും ചെയ്യുന്നു. മയക്കുമരുന്നും എല്ലാ ദുശീലങ്ങളും ദൈവം ഒഴികെയുള്ളതെല്ലാം അവൻ ഓർക്കുന്നു. അപ്പോൾ പരമാത്മാവ് നേരിട്ട് വരികയാണ് അവനെ ഓർമ്മിപ്പിക്കാൻ. സത്സംഗം കേട്ടതോടെ എൻ്റെ ആത്മാവ് ഉണരുവാൻ തുടങ്ങി. മദ്യത്തോട് എനിക്ക് വെറുപ്പ് തോന്നാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം ചേച്ചി വീട്ടിൽ വന്നില്ലേ, പുഷ്പയോട് സത്സംഗത്തിന് വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ. അപ്പോൾ നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഞാൻ കാരണം പുഷ്പയും മക്കളും സത്സംഗത്തിന് പോകാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഞാൻ കള്ളം പറഞ്ഞു, എനിക്ക് രാവിലെ പുറത്തു പോകണമെന്ന്. അപ്പോൾ ഞാൻ ഓർത്തു, ഞാനും എന്തുകൊണ്ട് സത്സംഗത്തിന് പോയിക്കൂടാ എന്ന്. അതിനാൽ ഞാനും ഇന്ന് സത്സംഗത്തിന് വന്നു. സന്ത് രാംപാൽജി മഹാരാജ് പൂർണ്ണ ഗുരുവാണ്. എൻ്റെ കുടുംബത്തോടൊപ്പം എന്നെയും അദ്ദേഹം ഇവിടെ എത്തിച്ചു. എൻ്റെ ഉള്ളിലുള്ള രാക്ഷസനെ നിഗ്രഹിച്ച് ദേവതയാകാൻ എനിക്ക് വഴി കാണിച്ചു. ഇവിടെ നിന്ന് കേട്ടതെല്ലാം നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. സന്ത് രാംപാൽജി മഹാരാജിയുടെ വാക്കുകൾ നിങ്ങളിൽ പ്രവർത്തിച്ചു. നിങ്ങൾ അത് മനസ്സിലാക്കി. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അതെ, ഇനി എനിക്കും നാമദീക്ഷ നൽകും. അത് എൻ്റെ പാപത്തിന് പരിഹാരമാകട്ടെ. ആഹാ, അതിനെന്താ, വരൂ. ഇതെന്താ നിങ്ങൾ ചെയ്യുന്നത്? ഇന്നലെ പറഞ്ഞില്ലേ ഇനി മുതൽ മദ്യപിക്കില്ലാന്ന്. ഇന്നലെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടി. ദേ നോക്കിക്കേ. എടാ രമേശേ, നീ ഇതെന്താ ചെയ്യുന്നത്? ഭ്രാന്തായോ നിനക്ക്? എന്താ? ഇത്രയും വില കൂടിയ മദ്യം നീ ഓടയിൽ ഒഴിച്ചു കളയുന്നോ? കൂട്ടുകാരാ, എനിക്ക് ഭ്രാന്ത് പിടിച്ചതല്ല.
ഭ്രാന്തുണ്ടായിരുന്നു. പക്ഷേ സന്ത് രാംപാൽജി മഹാരാജ് എന്നെ സുഖപ്പെടുത്തി. ഇപ്പോൾ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഇത് കുടിച്ചാൽ വലിയ പാപമാണെന്ന്. നോക്കടാ, അവന്റെ നട്ട് ലൂസായി. അങ്ങനെ കരുതിക്കോളൂ. ഒഴിച്ചു കളയണ്ട, ഞങ്ങൾക്ക് തന്നേക്ക്. എനിക്ക് ബോധമില്ലായിരുന്ന സമയത്ത് ഞാൻ നിങ്ങളെ നന്നായി കുടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴെനിക്ക് നല്ല ബോധ്യമുണ്ട് നിങ്ങളെ മദ്യപിക്കാൻ ഞാൻ സഹായിച്ചാൽ അതും പാപത്തിന് തുല്യമാണെന്ന്. അതുകൊണ്ട് ഞാൻ ആർക്കും ഇത് നൽകുകയില്ല. ആ വാ വാ, നമുക്ക് പോകാം. ഇവൻ സന്യാസിയായി. അങ്കിൾ, എന്താടാ? ആവോ. അല്ല, ഇതെന്താ? ഇത് ഞങ്ങളുടെ ഗുരുജി സന്ത് രാംപാൽജി മഹാരാജയുടെ പുസ്തകമാണ്. ജീവിതമാർഗം? അതെ, ജീവിതമാർഗം. ഇത് വായിച്ചിട്ട് ഒരുപാട് പേര് മദ്യപാനം ഉപേക്ഷിച്ചിട്ടുണ്ട്. നിങ്ങളും വായിക്ക്. ശരി മോളെ, നീ പറഞ്ഞതല്ലേ, ഉറപ്പായും വായിക്കാൻ. ശരി, എങ്കിൽ എന്നോടൊപ്പം പറയൂ. സന്ത് രാംപാൽജി മഹാരാജി കീ ജയ് ഹോ. സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് രമേശ് മദ്യപാൻ ഉപേക്ഷിച്ചതെന്ന്? സന്ത് രാംപാൽജിയോട് കൂടെ ചേർന്ന് ലക്ഷക്കണക്കിന് പേർ ലഹരി ഉപേക്ഷിച്ചു. ലോകത്തിലെ സന്യാസിമാരിൽ സന്ത് രാംപാൽജി മഹാരാജിക്ക് മാത്രമാണ് മദ്യം കൈകൊണ്ടുപോലും തൊടാത്ത ലക്ഷക്കണക്കിന് അനുയായികളുള്ളത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഞാനും നിങ്ങളുമടക്കമുള്ള മനുഷ്യരുടെ ജീവിതം സഫലമാകാൻ, ലോകത്തിൽ നിന്ന് ലഹരി തുടച്ചു നീക്കി എല്ലാവരെയും ഭക്തിമാർഗത്തിലേക്ക് നയിക്കുക എന്നതാണ്. നന്ദി.